ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 മർക്കോസിന്റെ സുവിശേഷം 11 ഫലമില്ലാതെ പോയ ഒരു അത്തിയെ കർത്താവ് ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ആ അത്തി ഉടനെ ഉണങ്ങിപ്പോയി. ശിഷ്യന്മാരത് കണ്ട് അവര് പല കാര്യങ്ങൾ അവിടെ ചിന്തിക്കുന്നു. അവർക്കും എന്തുകൊണ്ട് അപ്രകാരം ചെയ്യുവാനായിട്ട് കഴിയാതെ പോയി എന്ന് അവർ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 11:22 പത്രോസിന്റെ വാക്കിന് കർത്താവ് മറുപടി പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഥവാ ഇവിടെ പറയുന്നു, മർക്കോസ് 11:22 വിശ്വാസമുള്ളവരായിരിക്കും, അഥവാ ദൈവത്തിന്റെ വിശ്വാസമുള്ളവരാകുവീൻ എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. മത്തായി 21:21 നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. അപ്പോൾ കർത്താവ് ചെയ്ത കാര്യം അത് സംശയിക്കാതെ ആ വിശ്വാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളും അത് ചെയ്യും. അതാണ് അവിടെ പറയുവാനായിട്ടിടയായത്. ലൂക്കോസിന്റെ സുവിശേഷം 8:22 മുതൽ 25 വരെ ഭാഗങ്ങളിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാം. യേശു കർത്താവ് പടകിൽ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ വല്ലാതെ ആ പടക് കാറ്റിനാലും തിരമാലകളാലും ഇളകിയിട്ട് അവര് വല്ലാതെ നിലവിളിക്കുകയാണ്. ആ സന്ദർഭത്തില് യേശു കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയും കർത്താവ് അന്താളിച്ചു നിൽക്കുന്ന അവരോട് ചോദിച്ചതായ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നാണ് അവരോട് ചോദിച്ചത്. അഥവാ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല, അതാണ് കർത്താവ് ചോദിച്ചതിന്റെ അർത്ഥം. നാം ചിന്തിക്കുമ്പോൾ അളവല്ല ശക്തിയാണ് വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. മത്തായി 17:20 ചന്ദ്രരോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. എന്നാൽ അവിടെയും ശിഷ്യന്മാര് തങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് അവര് ചിന്തിച്ചപ്പോൾ ഇവിടെയും കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ എന്നാണ്. അഥവാ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്നാണ് കർത്താവോട് പറയുവാനിടയായി. എന്ന് പറഞ്ഞാൽ മല പോലെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ വിശ്വാസത്തോടുകൂടി ആ പ്രതിസന്ധികളെ ദൈവത്തിന്റെ ജനം അതിജീവിക്കണം. രോഗമാകട്ടെ, മറ്റു പ്രതിസന്ധികളാകട്ടെ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഞെരുക്കുന്ന ഏത് ഞെരുക്കങ്ങളാകട്ടെ, അവിടെയൊക്കെ ആ വിഷയത്തെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അതിന്മേൽ ജയമെടുക്കണം. അതാണ് കർത്താവ് പറയുവാനിടയായി. അതാണ് പറഞ്ഞത്, അത് അളവല്ല, അളവിന്റെ വലിപ്പത്തിലല്ല, മല പോലെയാണ് വിഷയം നിൽക്കുന്നത്. എന്നാൽ വിശ്വാസം അതിന്റെ ശക്തി അതാണ് ആ കടുകുമണിയെ കുറിച്ച് അവിടെ പറയുന്നത്. മലയും കടുകുമണിയുമായിട്ട് നോക്കുമ്പോൾ എത്രയോ അതിന്റെ റേഷ്യോ എടുത്താൽ എങ്ങനെ ഇരിക്കും. എന്നാൽ അതാണ് അവിടെ അളവല്ല, ശക്തി നമ്മളിൽ വ്യാപരിക്കേണ്ട ആവശ്യകതയാണ് കർത്താവ് പറയുവാനിടയായത്. കർത്താവ് സൃഷ്ടി നടത്തിയത് മുഴുവനും തന്റെ വാക്കുകൾ നിമിത്തമായിട്ടാണല്ലോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. സങ്കീർത്തനങ്ങൾ 33:9 അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ പാടുന്നത്. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ അവിശ്വാസം നിമിത്തമായിട്ട് നമുക്ക്
പല വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരുന്നാൽ ആ ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരും. ഇന്ന് കർത്താവ് പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്. ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുവാനല്ല, അലട്ടുന്ന ഓരോ വിഷയങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല, അവിടെയൊക്കെ വിശ്വാസത്തിന്റെ വാക്കുകൾ ശക്തിയോടെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.